ആളെന്ത് ചക്കയൊക്കെ ആയിട്ട്. ഓ അതാകുമ്പോ കാശ് മുടക്കില്ലല്ലോ. അതായിരിക്കും ചുമന്നോണ്ട് ഇങ്ങി പോരുന്നത്. സാറേ കാശ് കാശൊന്നുമില്ല. കാശിപ്പോ പാൻറ്റിലുണ്ട്. ഓ അതല്ല 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 ഫ്രണ്ടില് ഫ്രണ്ടില് കിട്ടിയാ വിട്ടോ വിട്ടോ. അല്ലേ നമ്മളെന്തിനാ വെറുതെ വള്ളി പിടിക്കുന്നത്? ദുർഗമോളെ. ആഹാ, കിരൺ. ആരായത്? ഒട്ടും പ്രതീക്ഷിക്കാത്ത അതിഥിയാണല്ലോ. ഇതെന്തൊക്കെയാ ഇത്? കാര്യമായിട്ടുള്ള സാധനങ്ങളാണല്ലോ. വീട്ടിലുണ്ടായ ചക്കയാ. അതുപോലെ ദുർഗമോള് നട്ട മാവിലെ ആദ്യമായിട്ട് മാങ്ങ കാച്ചു. ഓ, അപ്പൊ അത് ദുർഗമാക്ക് കൊടുക്കണമെന്ന് അമ്മയ്ക്ക് ഒരേ നിർബന്ധം. അവിടുന്ന് ഇതൊക്കെ കൊണ്ടുവരാൻ വേറെ ആരുമില്ലല്ലോ, അതാ ഞാൻ വന്നത്. ഇതൊന്നും തരാൻ വേണ്ടിട്ടല്ലെങ്കിലും അങ്കിളിനെ എപ്പോ വേണേലും ഇവിടേക്ക് വരാലോ. അതെ, അഷിതയുടെ വീട്ടിലെ ഒരു അംഗം പോലെ തന്നെയാണ് കുട്ടനെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, ചെറുപ്പം മുതലുള്ള ബന്ധം എനിക്ക് ചിറക്കൽ വീടുമായിട്ട്. ദുർഗമോളും അക്ഷിതമോളൊക്കെ ജനിച്ച കാലം മുതലേ എനിക്ക് എല്ലാരെയും അറിയാം. അറിയാം അങ്കിളെ. അങ്കിളിനെ കുടിക്കാൻ എന്താ വേണ്ടത്? ഇപ്പൊ ഒന്നും വേണ്ട, ആദ്യം ഒന്ന് എല്ലാരെയും കാണട്ടെ, കുടിക്കാലോ. കിരൺ, ദുർഗ, ഇതാരാ വന്നേ നോക്കിയേ. അവിടെ എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? പിന്നെ എല്ലാരും സുഖമായിരിക്കുന്നു. കുട്ടേട്ട, ആ ദുർഗമോളെ, കുട്ടേട്ട, ഇതെന്തോന്ന് വിളിച്ചു പോലും പറയാതെ പെട്ടെന്ന് തീരുമാനം എടുത്തു, ചടേ നിങ്ങ് പോന്നു. കിരണേ, എന്തൊക്കെയുണ്ട്? അങ്ങനെയൊക്കെ പോകുന്നു തന്നെ. ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ, തടിയൊക്കെ ഒന്ന് റെഡിയാക്കണം കേട്ടാ. നിങ്ങളുടെ മുത്തശ്ശി എന്തൊക്കെയോ സമ്മാനം കൊടുത്തു വിട്ടിട്ടുണ്ട്, അത് തരാൻ അങ്കിള് വന്നേ. നമ്മുടെ വടക്കേ പറമ്പിലെ മാവുണ്ടല്ലോ, ഇഷ്ടം പോലെ കാച്ചു. ഓർമ്മയുണ്ടാ? പിന്നെ നീ നട്ടതാ. ഓ, അതൊക്കെ തരാൻ വേണ്ടിയാ ഞാൻ വന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറേ പലഹാരങ്ങളും ഉണ്ട്. പാവം മുത്തശ്ശി, ഞങ്ങളെല്ലാം കാണാത്തോണ്ട് നല്ല വിഷമം ഉണ്ടാവും അല്ലേ? അത് പിന്നെ കാണാതിരിക്കോ അല്ലേ? അതെ, സംസാരിച്ചു നിന്ന കാരണം അകത്തേക്ക് ക്ഷണിക്കാൻ മറന്നു. വാ. ഓ ശരി, വാ കുട്ടേട്ട, വാ. എന്നാ പിന്നെ നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കേ. ശരി.